മുകളിൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ഏതെല്ലാം രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. നമ്മൾ മെയിൻ ആയിട്ട് 3 തരത്തിലുള്ളത് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഏതാണ്? കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം, 2 കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം, 3 റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. ഇനി ഇതിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു പാത്രത്തിലുള്ള എങ്ങനെയാണ് ചൂട് വ്യാപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പാത്രം എന്ന് പറയുന്നത് സോളിഡ് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ്സിൽ സാധാരണഗതിയിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം വഴിയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, അതായത് പാത്രം ചൂടാവുന്നതിന് കാരണം എന്ന് പറയുന്നത് കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനമാണ്. ഇനി അതേസമയം ഈ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൈവച്ച് നോക്കിയാൽ അവിടെ നിങ്ങൾക്കൊരു ചൂട് അനുഭവപ്പെടും. അതെന്തുകൊണ്ടായിരിക്കും? ഈ ചൂട് പിടിച്ച വായു എല്ലാം കൂടി മുകളിലോട്ട് ഉയർന്നു പോകുന്നതാണ് ഇതിന് കാരണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്മിഷനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ്സിലാണെങ്കിലും ഗ്യാസിലാണെങ്കിലും ഹീറ്റ് ട്രാൻസ്മിഷൻ രീതി എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പാത്രത്തിൽ തൊടാതെ, അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് കൈവെക്കാതെ ജസ്റ്റ് അതിന്റെ സമീപത്ത് ഇങ്ങനെ നിന്നാൽ പോലും നമുക്ക് അല്പം ചൂട് അനുഭവപ്പെടും. അതിന് കാരണമാണ് നമ്മുടെ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് പറയുന്നത്. ഈ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണ മാർഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന് മീഡിയം ആവശ്യമില്ല എന്നത്. അപ്പം ഇതിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെക്കാം. അതായത് കണ്ടക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ചാലനത്തിൽ ദർ ഇസ് നോ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസിന്റെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ല, സോളിഡ്സിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം ലിക്വിഡ്സിലും ഗ്യാസിലുമാണ് നടക്കുന്നത്. അവിടെ there is an actual displacement of the molecules. പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ തന്മാത്രകൾക്ക് അവിടെ ഒരു സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. പിന്നെ റേഡിയേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വികിരണം എന്ന് പറയുന്നതിൽ മാധ്യമം ആവശ്യമില്ല. അപ്പൊ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി തരാൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് തരാൻ വേണ്ടിയാണ് നിങ്ങൾക്കായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിം ബാച്ച് ഉള്ളത്. അപ്പൊ നിലവിൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.